ഉള്ളേരി പുത്തഞ്ചേരിയിൽ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനായ ചേരിയിലെ ശ്രീധരൻ, ശ്രീഹരിയിൽ ബാലൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വീട്ടിൽ നിന്നും പാൽ വാങ്ങാൻ പോകുമ്പോൾ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. ശ്രീധരന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സ തേടിയ ശേഷം അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ബാലകൃഷ്ണനെയും പാൽ വാങ്ങാൻ പോകുമ്പോഴാണ് കാട്ടുപന്നി ആക്രമിച്ചത്. പ്രദേശത്ത് കാട്ടുപന്നികളുടെ സാന്നിധ്യം മുൻപും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ജനങ്ങളെ ആക്രമിച്ചിട്ടില്ല ഇതുവരെ എന്നതാണ് വാർഡ് മെമ്പർ പറഞ്ഞത്. സംഭവം നടന്നത് ഇങ്ങനെയാണ്. രാവിലെ വീട്ടിൽ നിന്നും പാൽ വാങ്ങാൻ പോകുന്നതിനിടെ ശ്രീധരനെ കാട്ടുപന്നി ആക്രമിച്ചത്. ആക്രമണത്തിൽ കാലിന് ഗുരുതരമായ പരിക്കേറ്റ ശ്രീധരൻ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സ തേടിപ്പോയി. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്കും വന്നു. സമാനമായ രീതിയിൽ പാൽ വാങ്ങാൻ പോകുമ്പോഴാണ് ബാലകൃഷ്ണനെയും കാട്ടുപന്നി ആക്രമിച്ചത്. പ്രദേശത്ത് കാട്ടുപന്നികളുടെ സാന്നിധ്യം മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ആക്രമണം ആദ്യമായിട്ടാണ് നടക്കുന്നതെന്നാണ് വാർഡ് മെമ്പർ അജിത വ്യക്തമാക്കിയത്. ഈ സംഭവം അവിടുത്തെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയും ജനരോക്ഷവും രൂക്ഷമായി മാറുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റ് തന്നെയാണ് ഇതിൽ പിന്നിൽ എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. കാട്ടുപന്നി ശല്യം കേരളത്തിൽ പല ഭാഗങ്ങളിലും രൂക്ഷമാണ്. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതിന് പുറമെ ഇപ്പോൾ ജനങ്ങളുടെ ജീവനും ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ വന്യജീവികൾ. ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന വിമർശനം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അടിയന്തര നടപടികളുടെ അഭാവം ഒരു കാരണമാണ്. കാട്ടുപന്നികളുടെ എണ്ണം നിയന്ത്രിക്കാനും ജനവാസ മേഖലയിൽ അവ പ്രവേശിക്കുന്നത് തടയാനും ശാസ്ത്രീയമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. കാട്ടുപന്നി ആക്രമണത്തിനിടയിൽ സ്വയം രക്ഷിക്കാൻ ജനങ്ങൾക്ക് ആവശ്യമായ ബോധവൽക്കരണം നൽകുന്നത് വനം വകുപ്പ് പരാജയപ്പെട്ടിരിക്കുകയാണ്. വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്കും കൃഷി നശിക്കുന്നവർക്കും സമയബന്ധിതമായി നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്നത് മറ്റൊരു പരാതിയാണ്. ഇത് ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിയമപരമായ തടസ്സവും ഒരു വെല്ലുവിളിയാണ്. കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിന് അവയെ വെടിവെച്ച് കൊല്ലുന്നതിനും നിലവിൽ നിയമപരമായ തടസ്സങ്ങൾ നീക്കുന്നതിൽ സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടിട്ടില്ല എന്നതാണ് ആക്ഷേപം. ഇത് ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിരോധ മാർഗങ്ങളുടെ കുറവും ഒരു കാര്യമാണ്. ജനവാസ മേഖലയിലേക്ക് കാട്ടുപന്നികൾ കടക്കുന്നത് തടയാൻ വേലികൾ കെട്ടുകയോ മറ്റു പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളും വനം വകുപ്പും വേണ്ട ശ്രദ്ധ പുലർത്തുന്നില്ല. പുത്തഞ്ചേരിയിലെ ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല. കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ വന്യജീവി ആക്രമണ ഭീഷണിയാൽ ജീവിക്കുകയാണ്. ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുകയും ഫലപ്രദമായ പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്തില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുന്ന കാര്യത്തിലേക്കാണ് പോകുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് കരുതുന്നു. കാട്ടുപന്നികളുടെ ആക്രമണം സർക്കാരിന്റെ വീഴ്ചയും ജനങ്ങളുടെ സുരക്ഷ ഇല്ലായ്മയും ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉണ്ടായ സംഭവം അതിനൊരു നേർസാക്ഷിയാണ്. പരിക്കേറ്റ സംഭവം ഒറ്റപ്പെട്ടതല്ല. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണിത്. ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയിലേക്കും ജനങ്ങളുടെ സുരക്ഷയിലേക്കും ആശങ്കകളാണ് വരുത്തിവെക്കുന്നത്. വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൽ കാട്ടുപന്നികളുടെ ആക്രമണം ഒരു നിത്യസംഭവമായി മാറിയിരിക്കുന്നു. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതിന് പുറമെ മനുഷ്യരെ ആക്രമിക്കുന്ന സംഭവങ്ങളും കൂടി വരികയാണ്. ഉള്ളേരിയിൽ പാൽ വാങ്ങാൻ പോയവരെ കാട്ടുപന്നി ആക്രമിച്ച സംഭവം ഇത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതിനു മുൻപ് സമാനമായ നിരവധി സംഭവങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലയോര മേഖലയിൽ മാത്രമല്ല, ജനവാസ മേഖലയിലും കാട്ടുപന്നികൾ എത്തുന്നത് ജനങ്ങളിൽ വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത്. ഇതിൽ സർക്കാരിന്റെ നിസ്സംഗതയും അനാസ്ഥയും വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ സർക്കാർ തികഞ്ഞ നിസ്സംഗതയാണ് കാണിക്കുന്നത്. ആക്ഷേപവും അതിൽ ശക്തമായി ഉയരുന്നുണ്ട്. കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയർന്നിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാന ആക്ഷേപം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് കൂടുതൽ വഷളാക്കിയത് ഈ വിഷയത്തെ. വന്യജീവി ആക്രമണത്തിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയോ ജീവൻ നഷ്ടമാവുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് സർക്കാർ കണ്ണു തുറക്കുന്നത്. അപ്പോഴും നൽകുന്നത് നഷ്ടപരിഹാരങ്ങൾ മാത്രമാണ് നടപടിയായി കാണുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത് സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. അതിൽ നിന്നാണ് സർക്കാർ ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ സർക്കാർ തികച്ചും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ജനങ്ങളുടെ സുരക്ഷയും ഭാവിയും കാട്ടുപന്നി വെളിപ്പെടുത്തുന്ന വന്യജീവികളുടെ ആക്രമണങ്ങൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ട്.
ഭയമില്ലാതെ പുറത്തിറങ്ങാനോ കൃഷി ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് പലയിടത്തും ഇപ്പോൾ ഉള്ളത്. ഇത് ജനങ്ങളുടെ മാനസികാരോഗ്യത്തെയും സാമ്പത്തിക ഭാവിയെയും ദോഷകരമായി തന്നെ ബാധിക്കുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തിരമായി പ്രശ്നങ്ങൾ ഇടപെട്ട് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആവശ്യമായ നടപടികളും കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുക എന്നതാണ്. ഇത് കാട്ടുപന്നികളെ നിയന്ത്രിക്കുന്നതിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകും. വനം വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഏകോപന കുറവും ഇതിൽ വെല്ലുവിളിയായി ഉയരുകയാണ്. വന്യജീവികളെ ജനവാസ മേഖലയിൽ നിന്നും അകറ്റി നിർത്താൻ സംയുക്തമായി പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ശാസ്ത്രീയമായ നിയന്ത്രണങ്ങളും മാർഗങ്ങളും വേണം. കാട്ടുപന്നികളുടെ എണ്ണം നിയന്ത്രിക്കുന്നത് ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിക്കുക, അതുപോലെ ബോധവൽക്കരണം, ഇതെല്ലാം അത്യാവശ്യമാണ് ഈ ഘട്ടത്തിൽ. വന്യജീവി ആക്രമണത്തിൽ നിന്നും സ്വയം രക്ഷിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകണം. ക്ഷുദ്രഗതിയിലുള്ള നഷ്ടപരിഹാരവും നൽകണം. വന്യജീവി ആക്രമണങ്ങളിൽ പരിക്കേൽക്കുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നവർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകുക. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ഭയരഹിതമായ ഒരു ജീവിതം അവർക്ക് നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സർക്കാരിന്റെ കടമയാണത്. ഇനിയും അലംഭാവം കാണിക്കുന്നത് കൂടുതൽ ദുരന്തത്തിലേക്ക് വഴിവെക്കുകയുള്ളൂ. ഈ വിഷയത്തിൽ സർക്കാരിൽ നിന്നും അടിയന്തരവും ഫലപ്രദവുമായ ഒരു ഇടപെടൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്.